ഫാസിസത്തിനെതിരെ ഒന്നിക്കുക എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന മനുഷ്യ സംഗമം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. സംഗമത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച ഫ്രീഡം വാക്കിൽ നേതാക്കളും കലാകാരന്മാരും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെട്ട നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഡാനി പോൾ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ഡാനി, MA ബേബി സംഗമത്തിൽ സംസാരിക്കുന്നത് തത്സമയം നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ഏത് രീതിയിലാണ് ഇപ്പോൾ സംഗമം പുരോഗമിക്കുന്നത്? എപ്പോഴാണ് ഒന്നിച്ചാടാം എന്ന പരിപാടി? ജിംഷാദ്, ഇന്ന് രാവിലെ മുതൽ തന്നെ നടക്കുന്ന വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് നിരവധിയായ പ്രതിനിധികൾ, നേരത്തെ ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPM നേതാവ് MA ബേബി അടക്കമുള്ള പ്രതിനിധികൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ഇതിന് ഒരു പാരലൽ വേദി എന്ന രീതിയിൽ തന്നെ അരങ്ങേറുന്നുണ്ട്. എല്ലാവരുടെയും ഒരേ ഭാഷയും ഒരേ രീതിയും തന്നെയാണ്. കാരണം വളർന്നു വരുന്നൊരു ഫാസിസം, അതിനെതിരെയുള്ള കേരളത്തിൻ്റെ ഒരു ചുവരെഴുത്ത്, ചെറുത്തുനിൽപ്പ് എന്ന രീതിയിലേക്ക് ഈ സംഗമം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് എല്ലാവരും ആടണ എന്ന രീതിയിലേക്ക് പ്രതിഷേധത്തിൻ്റെ പുത്തൻ താളങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അരങ്ങേറുന്നത്. വൈകിട്ട് 5-ന് നടി റീമ കല്ലിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ടൗൺ ഹാളിന് മുൻവശത്തുള്ള വേദിയിലാണിത് നടക്കുക. ഇപ്പോൾ ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരിൽ ഒരാളായ ഡോക്ടർ KS ഡേവിഡ് നമ്മോടൊപ്പം ചേരുന്നു. എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു പരിപാടി? സംഘാടകരെ പോലെ അത്ഭുതപ്പെടുത്തിയ തരത്തിലുള്ള ഒരു ബഹുജന പങ്കാളിത്തമാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്, പ്രത്യേകിച്ച് യുവാക്കളുടെ. ഇത് കാണിക്കുന്നത് ഈ ഫാസിസ്റ്റ് ഭീഷണി എത്രത്തോളം ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാറ്റർഡേയും സൺഡേയും സാധാരണ ഒഴിവു ദിവസങ്ങളിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു യുവജന മുന്നേറ്റമാണ് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ ടൗൺ ഹാൾ ഫുള്ളാണ്. എല്ലാ വരുന്നവർ മുഴുവൻ ഇതിൻ്റെ എല്ലാ ഡെലിബറേഷൻസിലും ഭാഗവാക്കായിക്കൊണ്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ പങ്കാളികളാകുകയാണ്. ഇത്തരം ഒരു കൂട്ടായ്മ ഒരു പക്ഷേ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്നുള്ള തിരിച്ചറിവ് ഈ സമൂഹത്തിനുണ്ടായി എന്നുള്ളതാണ്. നമ്മളെ സാധാരണ നിശബ്ദരായിരിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ നിശബ്ദതയിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് യുവജന സമൂഹം വളരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വളരെ നന്ദി ഡോക്ടർ KS ഡേവിഡ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധത്തിൻ്റെ പുതിയ അടയാളങ്ങൾ, പുതിയ സ്വരങ്ങൾ ഉയരുകയാണ്. അത് ഇവർ അടിസ്ഥാനമായി ഇതിൽ എഴുതിയപ്പെട്ടതുപോലെ തന്നെ ആട്ടം, പാട്ട്, വര, രുചി, അത്തരം സമ്മേളനങ്ങളിലൂടെ പ്രതിഷേധത്തിൻ്റെ ആ പുതിയ സ്വരങ്ങൾ രൂപപ്പെടുത്തുകയാണ്. ജിംഷാദ്, ഇപ്പോൾ കാണാൻ കഴിയും അത്തരം രീതിയിലുള്ള വിവിധ കലാപരിപാടികൾ തന്നെ അരങ്ങേറുന്നുണ്ട്. എല്ലാത്തിനും പൊതുവെ ഒരു വികാരം തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. വളർന്നു വരുന്ന വർഗീയ ഫാസിസം, അത്തരം നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ, പ്രത്യേകിച്ച് യുവത്വത്തിൻ്റെ പുതിയ ചുവടുവയ്പ്പുകൾ തന്നെയാണ് എവിടെയും. ശരി ഡാനി പോളാണ് വിവരങ്ങൾ നൽകി വന്നത്. മനുഷ്യ സംഗമം പുരോഗമിക്കുകയാണ് കൊച്ചിയിൽ. ഇതിൻ്റെ ഭാഗമായുള്ള ഒന്നിച്ചാടാൻ പരിപാടി 5 മണിക്ക് വൈകിട്ടുണ്ടാകും. സമഗ്രമായ ജനപങ്കാളിത്തമാണ് ഇതിലുണ്ടാകുന്നതെന്ന് സംഘാടകർ തന്നെ അവകാശപ്പെടുന്നു.